will have to pull on all the reserves of all those years of international franchise cricket. He's got the ability of that, there is no doubt. Oh God, please help India win. എല്ലാം മുത്തപ്പൻ നോക്കിക്കോളും. 16 from 6. Here we go, folks. Wide, Miller gets it, and he gets plenty of it, does he? No! What a catch! Oh my God! I don't believe what I've just seen. ആരാച്ചി മുത്തപ്പൻ? അത് മോനെ, പണ്ട് പണ്ട് അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. ശിവഭക്തയായ അദ്ദേഹത്തിൻ്റെ പത്നി പാടിക്കുറ്റി അന്തർജനം ഒരു ദിവസം ശിവനെ സ്വപ്നത്തിൽ കണ്ടു. പിറ്റേ ദിവസം അരുവിയിൽ കുളിച്ച് കയറി വരുമ്പോൾ ഒരു കുഞ്ഞ് പൂമത്തെ കിടക്കുന്നത് കണ്ടു. അവർ ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ വളർത്തു തുടങ്ങി. ഈ കുട്ടി കുറച്ചു മുതിർന്നപ്പോൾ ആമ്പും വില്ലും എടുത്ത് കാട്ടിൽ വേട്ടയ്ക്ക് പോവുകയും താഴ്ന്ന ജാതിക്കാരുമൊത്ത് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. നമ്പൂതിരി ആചാരങ്ങൾക്കെതിരായ കുട്ടിയുടെ പ്രവൃത്തികൾ അവസാനിപ്പിക്കാൻ അച്ഛനും അമ്മയും അവനോട് അഭ്യർത്ഥിച്ചു. പക്ഷെ അവൻ തൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ തീ കണ്ണുകളോടെ തൻ്റെ വിശ്വരൂപം കാണിച്ചു. തൻ്റെ മകൻ ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കി അവർ അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അവരെ അനുഗ്രഹിച്ചതിന് ശേഷം ദൈവം അയ്യങ്കരിയിലേക്ക് യാത്രയായി. യാത്രക്കിടെ കുന്നത്തൂരിൻ്റെ സൗന്ദര്യം കണ്ട് ദൈവം അവിടെ തങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന പനങ്കളിൽ ആകർഷനാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ കള്ളിയെത്തുകാരൻ ചന്ദ്രൻ തൻ്റെ പനമരങ്ങളിൽ നിന്ന് കള്ള് മോഷണം പോകുന്നതായി കണ്ടുപിടിച്ചു. അങ്ങനെ പനമരങ്ങൾക്ക് കാവു നിൽക്കാൻ തീരുമാനിച്ച ചന്ദ്രൻ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് കള്ള് മോഷ്ടിക്കുന്നതായി കണ്ടു. വൃദ്ധനെ പനമരത്തിൽ നിന്നും എയ്തിടാൻ അമ്പ് തൊടുക്കവേ ചന്ദ്രൻ ബോധരഹിതനായി നിലത്ത് വീണു. ഭർത്താവിനെ തിരക്കി വന്ന ചന്ദ്രൻ്റെ ഭാര്യ ബോധരഹിതനായി കിടക്കുന്ന ചന്ദ്രനെ കണ്ട് നിലവിളിച്ചു. മുകളിലേക്ക് നോക്കി അവർ വൃദ്ധനെ കണ്ട് മുത്തപ്പ എന്ന് വിളിച്ച് കരഞ്ഞ് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ യാചിച്ചു. ബോധം തിരിച്ചു കിട്ടിയ ഭർത്താവ് ഭാര്യയുമൊത്ത് മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ട മീനും കള്ളും നിവേദ്യങ്ങളായി സമർപ്പിച്ചു. കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിന് ശേഷം മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണത്തിനായി പറശ്ശിനിക്കടവിൽ എത്തുകയും ചെയ്തുവെന്ന് ഐതിഹ്യം. ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.